നേരെ കറങ്ങി മുഴുമണ്ടലിരിക്കട്ടെ എന്നാ. മുഴുമണ്ടലിരിക്കുക. ഇനി കാല് നീട്ടി വെക്കൂ. കാലിതേ ഇങ്ങനെ, ഈ കാലിങ്ങനെ നീട്ടി വെക്കണു. അത് കഴിഞ്ഞാൽ കറങ്ങി വരട്ടെ എന്നാ. കറങ്ങി വരാം. ഫസ്റ്റ് സ്റ്റെപ്പിന്റെ തുടക്കം പഠിച്ചില്ല, അതേപോലെ തന്നെ ചെയ്യട്ടെ. താ തൈ താം ധി തൈ താം. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഒരു കുതിക്കല് ശിഖരം ചെയ്തായിരുന്നു, അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഇനി നമ്മൾ നേരെ ബാക്ക് തിരിയുക. അപ്പൊ ബാക്ക് തിരിയുമ്പോൾ ഇവിടെ കടകാമുഖാണ്. ബാക്ക് തിരിയുമ്പോൾ രണ്ട് കൈയും ഇവിടെ വരും. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോർവൈ അടവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോർവൈ അടവ് 1 ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കോർവൈ അടവ് 2 ആണ്. അപ്പോൾ നമ്മൾ 1ന്റെ തുടക്കം എന്ത് ചെയ്തോ അത് തന്നെയാണ് നമ്മൾ 2വിലും പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു മുഴുമണ്ഡലം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് നമ്മൾ നേരെ ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞാണ് ചെയ്യുന്നത്. ഇവിടെ അനു തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കോർവൈ അടവ് എല്ലാ സ്റ്റെപ്പുകൾക്കും ഒരേ ചൊല്ല് തന്നെയാണ്. ആദ്യ താളം എന്നുള്ള താളത്തിലായിട്ടാണ് വരുന്നത്. അപ്പൊ ചൊല്ല് വരുന്നത് എങ്ങനെയാണ്? ത തൈ താം ധി തൈ താം. അതന്നെയാണ് ചൊല്ലായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ പറയാ, കയ്യും കാലും ഒക്കെ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിത് നോക്കാം. പിന്നെ എല്ലാവരും ഫസ്റ്റ് സ്പീഡ് ഒന്ന് നന്നായിട്ട് കാണണം, കാരണം നമ്മൾ തിരിഞ്ഞൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ നിങ്ങൾ അത് ഒന്നാമത്തെ സ്റ്റെപ്പ് നന്നായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുക. അപ്പൊ അതൊന്ന് കാണാം. കോർവൈ അടവ് രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെ നമുക്കതിന്റെ കാലൊന്ന് പഠിക്കാനൊന്ന് കാണാം. അപ്പോൾ അനു ആണ് ചെയ്യണത്. അപ്പൊ അനു അരമണ്ടലിരിക്കട്ടെ എന്നാ. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പഠിച്ച തുടക്കം ഏകദേശം അതേപോലെ തന്നെ ഇവിടെ വരുന്നത്. അപ്പൊ ആദ്യം റൈറ്റ് കാല് ചവിട്ടട്ടെ. ഇനി ലെഫ്റ്റ് ചവിട്ടു. അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അതേപോലെ റൈറ്റ് കാല് നീട്ടി വെക്കട്ടെ എന്നാ. ഇനി അത് തിരിച്ച് ചവിട്ടട്ടെ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്ത പോലെ കുതിക്കല് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് നേരെ മുഴുമണ്ഡലത്തിലോട്ട് പോവാനാ. അതും ഇങ്ങോട്ട് ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നേരെ ബാക്കിലോട്ട് തിരിഞ്ഞിരുന്നേ, റൈറ്റ് കാല് വെച്ച് മുഴുമണ്ഡലം ഫുള്ളായിട്ടിരിക്കട്ടെ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അടുത്തൊരു പോസിലോട്ട് പോവുകയാണ്. അപ്പൊ എന്നാ കാല് വെക്കട്ടെ എന്നാ. കാല് നീട്ടി വെക്കൂ. കാല് ഇതേ ഇങ്ങനെ നന്നായി നീട്ടി ഇങ്ങനെ വരും. ഇനി കറങ്ങട്ടെ. കാലെടുത്ത് കറങ്ങി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എന്തുണ്ട്, സമത്തിലായിട്ടാണ് നമ്മൾ മാറുന്നത്. നമ്മൾ ഇപ്പൊ ചെയ്ത ഇതേ റൈറ്റ് സൈഡിലോട്ടൊന്ന് നമുക്ക് ചൊല്ലിലൊന്ന് ചെയ്യാം. കാരണം നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ചൊല്ല് പറഞ്ഞ് കളിക്കുമ്പോഴാണ് എവിടെയാണ് നമ്മളത് നിർത്തുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്നാ അരമണ്ടലിരിക്കുവാനോ. താ തൈ താം ധി തൈ താം. താ തൈ താം ധി തൈ താം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റ് കളിക്കാം. അപ്പോൾ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിന്നോളൂ കേട്ടോ. എന്നിട്ട് ലെഫ്റ്റ് കാലിങ്ങനെ ചവിട്ടണമെന്ന് കാണിച്ചേ. അരമണ്ടലിരിക്കട്ടെ. ഇനി ലെഫ്റ്റ് ചവിട്ടു. ലെഫ്റ്റ് ചവിട്ടുക. അത് കഴിഞ്ഞാൽ റൈറ്റ്. ഇനി ലെഫ്റ്റ് നേരെ നീട്ടി വെക്കണു. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അത് തിരിച്ച് ചവിട്ടണു. ഇനി ഇവിടെ നമ്മൾ കറങ്ങുന്നത് അപ്പുറത്തെ സൈഡിലൂടെ നേരെ കറങ്ങി മുഴുമണ്ടലിരിക്കട്ടെ എന്നാ. മുഴുമണ്ടലിരിക്കുക. ഇനി കാല് നീട്ടി വെക്കൂ. കാലിതേ ഇങ്ങനെ, ഈ കാലിങ്ങനെ നീട്ടി വെക്കണു. അത് കഴിഞ്ഞാൽ കറങ്ങി വരട്ടെ എന്നാ. കറങ്ങി വരാം. അപ്പൊ അതൊന്ന് ചൊല്ലിലൊന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. നമുക്ക് ചൊല്ലില് കളിക്കാം കേട്ടോ.
അരമണ്ടൽ ഇരിക്കട്ടെ എന്നാ. ത തൈ താം ധി തൈ താം. ത തൈ താം ധി തൈ താം. ഇപ്പൊ അനു കാല് വെച്ചത് കാല് ഒന്നുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ഒരു പൊടിക്ക് ബാക്കിക്ക് വന്നായിരുന്നു, ശ്രദ്ധിക്കണേ. അപ്പൊ അത് നിങ്ങൾക്ക് ആ കാലൊക്കെ ഒന്ന് വെച്ചത് മനസ്സിലായല്ലോ. അപ്പോൾ എന്തുണ്ട്, നമുക്ക് കയ്യും കൂടി ഒന്ന് ചെയ്യണ്ട. അപ്പൊ കയ്യും കൂടി ഒന്ന് കാണിക്കട്ടെ. കയ്യും നമുക്ക് ചൊല്ലില് പറയാം, അതാ നല്ലത്. ഒന്ന് ഇങ്ങോട്ട് നിന്നോളൂ, കുറച്ചിങ്ങോട്ട് നിൽക്കട്ടെ എന്നാ. ഇനി കൈ പിടിക്കൂ. ശിഖരം തന്നെയാണ്, നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ തുടക്കം പഠിച്ചില്ല, അതേപോലെ തന്നെ ചെയ്യട്ടെ. ത തൈ താം ധി തൈ താം. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഒരു കുതിക്കല് ശിഖരം ചെയ്തായിരുന്നു, അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇവിടെ ഇനി നമ്മൾ നേരെ ബാക്ക് തിരിയുക. അപ്പൊ ബാക്ക് തിരിയുമ്പോൾ ഇവിടെ കടകാമുഖാണ്. ബാക്ക് തിരിയുമ്പോൾ രണ്ട് കൈയും ഇവിടെ വരും. അപ്പൊ കടകാമുഖം പിടിച്ചോളൂ. ത തൈ താം. ഇനി അതിൽ താം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് തിരിയും, കാലിങ്ങനെ നീട്ടി വെച്ചിട്ട്. അപ്പൊ നമ്മുടെ കൈ എന്തുണ്ട്, ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നേരെ ദിത്തൈ താം പറയുമ്പോൾ കൈ നേരെ തലയുടെ മുകളിലോട്ട് ആയിട്ട് പോവും. ഇത് നിങ്ങളതിങ്ങനെ കറങ്ങിയിട്ടും ബാക്കൊക്കെ വരുന്നതുകൊണ്ട് അതൊക്കെയാണ് ഞാൻ കണ്ണും ഒന്ന് അധികം എടുത്ത് പറയുന്നില്ല. നിങ്ങൾ കളിക്കണത് ശ്രദ്ധിച്ചിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ റൈറ്റിൻ്റെ കൈയും കാലും കൂടി ചെയ്യുക. അപ്പം നോട്ടൊക്കെ ഒന്ന് അതിലോട്ടൊക്കെ നോക്കുന്നത് ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പം അരമണ്ഡലം ത തൈ താം ധി തൈ താം. ത തൈ താം ധി തൈ താം. ഇങ്ങനെയാണ് വരിക. ഇവിടെ കൈ ഇതേ കണ്ടില്ലേ പിടിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ നാട്ടടവ് 8 പഠിച്ചിട്ടുണ്ട്. 8ന്റെ സ്റ്റെപ്പിൽ പഠിച്ചിട്ടുള്ള അതേ സൂചിയിൽ ഇങ്ങനെ പിടിക്കുന്ന അതേ കൈ അവിടെ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിന്റെ കൈ ഒന്ന് പറഞ്ഞേ. ത തൈ താം ധി തൈ താം. ത ഇത് ബാക്കിലോട്ട് തിരിയുമ്പോഴാണ് കടകാമുഖം. താം, അതിന്റെ താമിന് അളപത്മം വരും. താം. ഇനി കറങ്ങി വരും. അത് കറങ്ങി വരുമ്പോൾ കൈ എവിടെ വരും, തലയുടെ മുകളിൽ. നമ്മൾ നാട്ടടവ് 8 പഠിച്ചത്. ഇത് പിന്നെ ഇങ്ങനെ പറയണേക്കാളും കുറച്ചും കൂടി നമ്മളെ കണ്ട് കൈയും കാലും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം എന്നാൽ നമുക്ക് ലെഫ്റ്റ് ചെയ്യാം. കൈയും കാലും കൂടി അരമണ്ഡലം. അത് നമ്മൾ സമത്തില നിന്നിട്ടുണ്ടായിരുന്നു, ആ സമത്തിൽ തന്നെ ചെയ്തോളൂ. കൈ തലയുടെ മുകളിലല്ലേ അനു, തലയുടെ മുകളിൽ പിടിച്ച് സമം. കാരണം നമ്മളത് കറങ്ങി വന്നപ്പോൾ സമത്തിലായിരുന്നു. ഇനി ലെഫ്റ്റ് തുടങ്ങൂ കേട്ടോ. ത തൈ താം ധി തൈ താം. ത തൈ താം ധി തൈ താം. അനു, നമ്മൾ ആ മുഴുമണ്ഡലം ഇരിക്കണതും കാലിങ്ങനെ വെച്ചിട്ടുള്ള ഭാഗം മാത്രം ഒന്ന് ചെയ്യാൻ, നോട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ, ഇവിടേക്ക് ഫസ്റ്റ് നമ്മൾ ഈ സൈഡല്ലേ, അപ്പൊ ഇവിടേക്ക് ഇരിക്കൂ. കടകാമുഖം ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ എവിടേക്കാ നോക്കണത്, കടകാമുഖമാണ് നെഞ്ചിന് നേരെയാണ് നോട്ടം വരുന്നത് കേട്ടോ. ഇനി അടുത്ത കാല് വെച്ചേ, കാല് വെക്കൂ. ഇവിടെ നമ്മൾ ഈ അളപത്മം ഇങ്ങനെ നീട്ടുമ്പോൾ നമ്മുടെ കാല് നോക്കിയേ, അവിടെ ലെഫ്റ്റ് കാലാണ് നീട്ടിയിരിക്കുന്നത്. നോട്ടം എവിടേക്കാ, അങ്ങോട്ട് താഴോട്ടായിട്ട് അങ്ങനെയാണ്. പിന്നെ ഒന്ന് കറങ്ങി, ഇതിപ്പോൾ റൈറ്റ് സൈഡിന്റെ ഭാഗാ പറയണത് കേട്ടോ. കറങ്ങൽ ഇങ്ങനെ വരും. ഇനി ഇതേ ഭാഗം നമ്മുടെ ലെഫ്റ്റാ പറയുന്നത്. ലെഫ്റ്റ് സൈഡ് ഒന്ന് ഇരിക്കൂ. ലെഫ്റ്റിന്റെ സൈഡ് റൈറ്റിലൂടെ കറങ്ങിയിരിക്കൂ. ഇവിടെ എന്തുണ്ട്, ഇതിപ്പോൾ ലെഫ്റ്റിന്റെ സൈഡ് നമ്മൾ റൈറ്റ് സൈഡിലൂടെ കറങ്ങുക ചെയ്തത്. ഇവിടെയും കൈ നെഞ്ചിന് നേരെ വന്ന് എവിടേക്ക് നോക്കണു, നേരെ നോക്കണു. അവിടെ താം പറയുമ്പോൾ എണീറ്റേ, താം ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നമ്മൾ റൈറ്റ് കാല് ബാക്കിൽ വെച്ചു. ഇവിടെ കൈ ഇങ്ങനെ നീട്ടി എന്തുണ്ട്, നോട്ടം ഇങ്ങോട്ട് താഴോട്ടായിട്ട് നോക്കണു. ഇനി കറങ്ങട്ടെ എന്നാ. കറങ്ങി വരുമ്പോൾ സമാണ്. ഇത് നമ്മൾ നാട്ടടവ് 8 പഠിച്ച അതേ കൈയാണ്, നേരെ നോക്കി നിൽക്കുക. ഇവിടെ നമ്മൾ ഈ കോർവേ അടവ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കണ്ണിൻ്റെ കാര്യം, കാരണം അത് കറങ്ങിയൊക്കെ വരുന്നത്. അതാണ് ഇപ്പോൾ ലാസ്റ്റ് ഭാഗത്ത്
ഒന്നുകൂടി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കാല് നന്നായിട്ട് ശ്രദ്ധിക്കുക, പിന്നെ കൈ എങ്ങനെ പിടിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക, പിന്നെ ഫസ്റ്റ് സ്പീഡ് കളിക്കുന്നത് നന്നായിട്ട് നോക്കുക. അപ്പോൾ അതിൽ നമ്മൾ ആ നോട്ടം ഇങ്ങനെ മേലെന്ന് ഇങ്ങനെ നോക്കിയാണ് എടുക്കുന്നത്, അത് മനസ്സിലാവും. അതേപോലെ ഇങ്ങനെ നമ്മൾ കറങ്ങുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് ഭാഗം പറഞ്ഞിട്ടുണ്ട് കറങ്ങുമ്പോൾ എങ്ങോട്ടാണ് നോക്കണത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്പീഡ് കളിക്കണതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് സെക്കൻഡ് സ്പീഡ് അനു ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കണ്ടേ. തേർഡ് സ്പീഡ് ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാം. നമ്മൾ നമ്മുടെ എല്ലാ സ്റ്റെപ്പും ചെയ്യുന്ന പോലെ നമുക്ക് 1, 2, 3 സ്പീഡ് എന്തുണ്ട് ഒരുമിച്ചൊന്ന് കളിക്കുന്നത് കണ്ടു നോക്കാം. അനു കളിച്ച നമ്മുടെ കോർവൈ അടവ് 2 നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും ഇതിന്റെ ഫസ്റ്റ് സ്പീഡ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് കളിച്ചു പഠിക്കുക. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 30-40 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഒരു പക്ഷേ ഇതിന്റെ തേർഡ് സ്പീഡിലോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് എന്തുണ്ട്, കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കണം. വലിയവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് സ്പീഡുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പറ്റുന്നവര് കളിച്ചു പഠിക്കണം, അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ 3ാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായിച്ച എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക.